അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 5/9/2025 അൽ മൗലിദുൻ നബവി എന്ന ശീർഷകത്തിൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ടാണ് UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുതുബ. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് മേൽ ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹം, അവൻ്റെ പ്രധാനപ്പെട്ട ഔദാര്യം. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. നിശ്ചയം അള്ളാഹു വിശ്വാസികൾക്കുമേൽ അനുഗ്രഹം ചൊരിഞ്ഞു, അവരിൽ നിന്ന് തന്നെ അവർക്ക് ഒരു പ്രവാചകനെ നിയോഗിച്ചപ്പോൾ ആ പ്രവാചകൻ ഇന്നഹു മുഹമ്മദുർ റസൂലുള്ളാഹ്, നിശ്ചയം അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. കുടുംബ ഗോത്രപരമായി ഏറ്റവും ഉന്നതിയുള്ളവർ, പിതാവ് അബ്ദുള്ള, പ്രപിതാവ് അബ്ദുൽ മുത്തലിബ്, ഉമ്മ ആമിന ബിന്ത് വഹബ്. അവർ ഇരുവരുടെയും പരമ്പര നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാമിലേക്കും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലേക്കും ചെന്നുചേരുന്നതാണ്. തിങ്കളാഴ്ച ദിവസം റബീഉൽ അവ്വലിൽ ആമുൽ ഫീൽ ക്രിസ്തുവർഷം 571 അവിടുന്ന് ഈ ഭൂമിയിലേക്ക് പിറവിയെടുത്തു. ആ പിറവി കൊണ്ട ദിനം എത്ര മഹത്വരമുള്ള ദിനമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ദിവസത്തിൽ എല്ലാ തിങ്കളാഴ്ചയും നോമ്പെടുത്തിരുന്നു, അതിൻ്റെ നന്ദി സൂചകമായി. അവിടുന്ന് അതിനുള്ള കാരണം പറഞ്ഞു, ദാക യൗമുൻ വുലിദ്തു ഫീഹി, അന്നാണ് എന്നെ പ്രസവിക്കപ്പെട്ട ദിവസം. വഅഹ്സന മിൻകലം തറഖത്തു ഐനി വഅജ്മല മിൻകലം തലിദിൻ നിസാഉ ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബി കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. എന്തൊരു ഭംഗിയുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടുത്തെ അതുപോലെ ഭംഗിയുള്ള ഒരാളെയും ഒരു ഉമ്മ പ്രസവിച്ചിട്ടില്ല. അത്രയും സൗന്ദര്യമുള്ള ഒരാളെ ഒരു നയനവും ഇതുവരെ ദർശിച്ചിട്ടില്ല. എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തരായി തങ്ങളെ എങ്ങനെ സൃഷ്ടിക്കണം എന്ന് അല്ലാഹു ചോദിച്ച് ആ രൂപത്തിൽ സൃഷ്ടികർമ്മം നടത്തിയതുപോലെയുണ്ട്. അവിടുന്ന് ഉമ്മയും ഉപ്പയുമാണ്. ഏറ്റവും നല്ല സ്വഭാവക്കാരൻ, ഏറ്റവും നല്ല പെരുമാറ്റങ്ങൾ, എല്ലാവരോടും ചേർന്ന് നിൽക്കുന്നവർ. അള്ളാഹു സാക്ഷി പറഞ്ഞില്ലേ, യുഹിബ്ബു മആലിയൽ ഉമൂർ, എല്ലാ നന്മകളെയും പ്രിയം വെക്കുന്നവർ. അള്ളാഹു ഏറ്റവും പരിപൂർണനായി എല്ലാ നന്മകളും നിറഞ്ഞ എല്ലാ സ്വഭാവങ്ങളും ഉള്ള വ ഇന്നക ലഅലാ ഖുലുഖിൻ അലീം, നിശ്ചയം താങ്കൾ അതിമഹത്തായ സ്വഭാവത്തിനുടമയാണ്. അള്ളാഹുവിൻ്റെ സാക്ഷ്യപ്പെടുത്തലാണ്. നമ്മുടെ ഉമ്മുൽ മുഅ്മിനീൻ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെപ്പറ്റി ചോദിച്ചു. മഹദി തിരിച്ച് അയാളോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ്, അലസ്ത തഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതാറില്ലേ? ഖാല ബലാ, അതെ ഓതാറുണ്ട്. ഖാലത്ത്, മഹദി പറഞ്ഞു, ഫഇന്ന ഖുലുഖ നബിയില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാനൽ ഖുർആൻ, നബി തങ്ങളുടെ സ്വഭാവം വിശുദ്ധ ഖുർആനായിരുന്നു. അതെ, ഖുർആനിൻ്റെ ഒരു റോൾ മോഡൽ. ഖുർആനിൽ എന്തെല്ലാം കൽപ്പനകൾ വന്നോ അത് മുഴുവനും അവിടുന്ന് ശിരസ വഹിക്കും. എന്തെല്ലാം വിരോധനകൾ വന്നോ അത് മുഴുവനും അവിടുന്ന് വെടിയും. ഖുർആനിൽ പറഞ്ഞ ഏതൊരു നല്ല സ്വഭാവമുണ്ടോ ആ സ്വഭാവങ്ങൾ മുഴുവനും തിരുനബിയിലുണ്ട്. ഖുർആൻ ശ്രദ്ധിക്കാൻ പറഞ്ഞ ഏതൊരു മര്യാദ, അദബ്, അതതിൻ്റെ ഏറ്റവും ഭംഗിയായ രീതിയിൽ അവിടുന്ന് പ്രയോഗവൽക്കരിച്ച് കാണിച്ചു തന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല തിരുദൂതരെ അങ്ങനെയാണ് പറഞ്ഞയച്ചത്. ഇന്നമാ ബുഇസ്തു ലി ഉത്തമ്മിമ മക്കാരിമൽ അഖ്ലാഖ്, നിശ്ചയം നല്ല സ്വഭാവങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എന്നെ അള്ളാഹു ഭൂമിയിലേക്ക് നിയോഗിച്ചത്. നാം കാരുണ്യത്തെപ്പറ്റി, കരുണാവാന്മാരെ പറ്റി പറഞ്ഞാൽ അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർഹമന്നാസ് ബിന്നാസ്, ജനങ്ങളിൽ ഏറ്റവും വലിയ കാരുണ്യവാൻ. അവിടുത്തെ ആ കാരുണ്യം അടുത്തവരിലേക്കും അകന്നവരിലേക്കുമൊക്കെ വ്യാപിച്ചു കിടക്കുകയാണ്.
മുഴുവൻ സൃഷ്ടിചരാചരങ്ങളിലും അവിടുത്തെ കാരുണ്യമുണ്ട്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, സർവ്വലോകർക്കും അനുഗ്രഹമായിട്ടല്ലാതെ അങ്ങയെ നാം നിയോഗിച്ചിട്ടേ ഇല്ല. ഖുർആൻ പറഞ്ഞല്ലോ, അവിടുത്തെ കുടുംബങ്ങളോടുള്ള പെരുമാറ്റം, മക്കളോടുള്ള സമീപനം എത്ര ഭംഗിയായിരുന്നു. ഏറ്റവും നന്നായി ഭാര്യമാരോട് പെരുമാറി. ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി വഅന ഖൈറുക്കും ലി അഹ്ലി, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ, ഏറ്റവും മാന്യൻ അവൻ്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. ഞാൻ എൻ്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. ഒരു പുത്രവത്സലനായ പിതാവ് എങ്ങനെയായിരിക്കണമെന്ന് അവിടെ നിന്ന് കാണിച്ചു തരികയാണ്. മക്കളോട്, പേരമക്കളോടൊക്കെ പെരുമാറുന്നത് എത്രമാത്രം സ്നേഹമസൃണമായിരുന്നു. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 10 വർഷം സേവനം ചെയ്ത് കൂടെ കൂടിയവരാണ്. അവർ പറയുകയാണ്, മാ റഅയ്തു അഹദൻ അർഹമ ബിൽ ഇയാലി മിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ മക്കളോട് കാരുണ്യം കാണിച്ച ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഫൈദാ റഹിംത ഫഅൻത ഉമ്മുൻ അം അബു ഹാദാനി ഫിദ് ദുനിയാ ഹുമർ റുഹമാഉ, തിരുദൂതരെ അങ്ങ് മാതാപിതാക്കളെക്കാൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ്. മാതാപിതാക്കൾ ഈ ഐഹിക ലോകത്ത് മാത്രമേ ഞങ്ങളോട് കാരുണ്യം ചെയ്തിരുന്നുള്ളൂ. തങ്ങളോ ഈ ഐഹിക ലോകത്തും പാരത്രിക ലോകത്തും കാരുണ്യം ചൊരിയുന്നവരാണ്. ഔദാര്യത്തെപ്പറ്റി, ധർമ്മത്തെപ്പറ്റി നാം വിശകലനം ചെയ്യുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അജ്വദൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ധർമ്മം ചെയ്തിരുന്നവർ, എല്ലാവർക്കും ഫഖർ, ദാരിദ്ര്യം ഭയപ്പെടാത്ത വിധം, യുഅ്തി അതാഅ മൻ ലാ യഖ്ശൽ ഫഖർ, വാരിക്കോരി കൊടുക്കും. വമാ സുഇല അലൈഹി സ്വലാത്തു വസ്സലാം ഷൈഅൻ ഖത്തു ഫഖാല ലിസാഇലിഹി ഇല്ലാ ലാ, അവിടത്തോട് ഒരാളും ഒന്നും ചോദിച്ചിട്ടില്ല, അവിടുന്ന് ലാ, ഇല്ല എന്നതിന് മറുപടി പറഞ്ഞിട്ട് എന്ത് ചോദിച്ചോ അത് കൊടുക്കും. കരീമുൻ ഇദാ മാ ജിഅത ലിൽ ഖൈരി ത്വാലിബൻ ഹബാക ബിമാ തഹ്വി അലൈഹി അനാമിലു, എന്താണോ നീ ചോദിച്ചത്, എന്ത് നന്മയാണോ അവിടെ ഉള്ളത് എങ്കിൽ അതെടുത്തു നൽകും. വലൗലം യകുൻ ഫീ കഫ്ഫിഹി ഗൈറു റൂഹിഹി ലജാദാ ബിഹാ ഫൽയത്തഖില്ലാഹ സായിലു, അവിടുത്തെ കയ്യിൽ ഒന്നും ഇല്ല, ആ സമയത്താണ് നീ അവിടത്തോട് അവിടുത്തെ ആത്മാവിനെ ചോദിക്കുന്നത്. അങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ അതുതന്നെ നൽകാൻ അത്രയും വലിയ ഔദാര്യവാനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെ നമ്മൾ പഠിക്കുകയാണ്. അത് പഠിക്കുന്തോറും അവിടത്തോടുള്ള മഹബത്ത് നമുക്ക് വർദ്ധിക്കുകയാണ്. ആരൊരാൾ നബിതങ്ങളെപ്പറ്റി പഠിക്കുന്നുവോ മനസ്സിലാക്കുന്നുവോ അയാൾക്ക് നബിതങ്ങളോടുള്ള സ്നേഹം കൂടിക്കൂടി വരും. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, കൈഫ കാന ഹുബ്ബുക്കും ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളെങ്ങനെയാണ് നബിതങ്ങളെ സ്നേഹിച്ചിരുന്നത്? അവിടുന്ന് പറഞ്ഞു, കാന വല്ലാഹി അഹബ്ബ ഇലൈനാ മിൻ അംവാലിന, അവിടുന്ന് ഞങ്ങളുടെ സമ്പത്തിനേക്കാൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരായിരുന്നു. വ ഔലാദിന, സന്താനങ്ങളെക്കാളും പ്രിയപ്പെട്ടവരായിരുന്നു. വ ആബാഇന വ ഉമ്മഹാത്തിന, ഞങ്ങളുടെ മാതാപിതാക്കളെക്കാളും പ്രിയപ്പെട്ടവരായിരുന്നു. വമിനൽ മാഇൽ ബാരിദി അലല്ലമ, ദാഹിച്ചു പരവശനായ സമയത്ത് തണുത്ത വെള്ളം കിട്ടുന്നതിനേക്കാൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുമ തിരുനബിയുടെ സ്വഹാബിയാണ്. അവരുടെ ആ സ്നേഹത്തിൻ്റെ ആഴം നമുക്ക് പറഞ്ഞു തരികയാണ്. മാ കാന അഹദുൻ അഹബ്ബ ഇലയ്യ മിർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ അജല്ല ഫീ ഐനി മിൻ, എനിക്ക് നബിതങ്ങളെക്കാൾ പ്രിയപ്പെട്ടതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ കണ്ണിൽ ഏറ്റവും ബഹുമാനവും ആദരവും ഉള്ളവരായിട്ട് നബിതങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. വമാ കുന്തു ഉതീഖു അൻ അംലഅ ഐനി മിൻഹു ഐനയ്യ മിൻഹു, ഞാൻ നബിതങ്ങളെ എൻ്റെ 2 കണ്ണുകൾ തുറന്ന് ആ കണ്ണ് നിറച്ച് കാണാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. ഇജ്ലാലൻ ലഹു, അവിടത്തോടുള്ള ബഹുമാനവും ആദരവുമായിട്ട്. വലൗ സുഇൽതു അൻ അസിഫഹു മാ അതഖ്തു, നബിതങ്ങളുടെ ആ കണ്ട വിശേഷണങ്ങളൊന്ന് പറഞ്ഞേ എന്നൊരാൾ പറഞ്ഞാൽ എനിക്ക് വിശേഷണങ്ങൾ ശരിയായ രൂപത്തിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല.
ലി അന്നി ലം അക്കുൻ അംലഉ ഐനയ്യ മിൻ, ഞാൻ എൻ്റെ 2 കണ്ണ് നിറച്ച് നബിതങ്ങളെ കണ്ടിട്ടില്ല. എനിക്ക് അവിടുത്തെ ആ മുഖത്തേക്ക് നോക്കാൻ സാധിക്കുമായിരുന്നില്ല. വലൗ മിത്തു അലാ തിൽക്കൽ ഹാലിൽ റജൗതു അൻ അകൂന മിൻ അഹ്ലിൽ ജന്ന, ആ രൂപത്തിലാണ് ഞാൻ എൻ്റെ മനസ്സിൽ തിരുനബിയോടുള്ള ആദരവും ബഹുമാനവും നിറച്ചുള്ള സമയത്താണ് ഞാൻ മരണപ്പെടുന്നത് എങ്കിൽ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുമായിരുന്നു. നബിതങ്ങളെ സ്നേഹിച്ചാൽ നമുക്ക് നബിതങ്ങളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും, സ്വർഗത്തിലെ ഉയർന്ന പദവിയിൽ. ഒരാൾ നബി സന്നിധിയിൽ വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് കൈഫ തഖൂലു ഫീ റജുലിൻ അഹബ്ബ ഖൗമൻ വലം യൽഹഖ് ബിഹിം, നബി തങ്ങളെന്ന് പറഞ്ഞാണീ, ഒരാൾ ഒരു ജനതയെ ഇഷ്ടപ്പെടുന്നു, പ്രിയം വെക്കുന്നു, അയാൾ അവരിൽപ്പെട്ടവരല്ല, അവരെപ്പോലെ ഒന്നും ചെയ്യാൻ അയാൾക്ക് കഴിയുന്നില്ല, പക്ഷേ അവരെ പ്രിയം വെക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ മർഉ മഅ മൻ അഹബ്ബ, ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടൊപ്പമാകും. മഹാനായ നബി തങ്ങളോട് മറ്റൊരാൾ വന്നിട്ട് ചോദിച്ചു, മത്തസ്സഅ, എപ്പോഴാണ് തിരുദൂതരെ അന്ത്യനാൾ? നബി അയാളോട് തിരിച്ചു ചോദിച്ചു, വമാദാ അഅ്തലഹ, നീ അന്ത്യനാളിനെ പറ്റി ചോദിക്കുന്നുണ്ടല്ലോ, നീ എന്താണ് അതിനുവേണ്ടി ഒരുക്കി വച്ചിട്ടുള്ളത്? അയാൾ പറഞ്ഞു, ലാ ഷൈ, എൻ്റെ കയ്യിൽ ഒന്നും ഇല്ല, ഇല്ലാ അന്നി ഉഹിബ്ബുല്ലാഹ വറസൂല, എങ്കിലും ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നുണ്ട്. നബിതങ്ങൾ അയാളോട് പറഞ്ഞു, അൻത മഅ മൻ അഹ്ബബ്ത, നീ ആരെയാണോ പ്രിയം വെക്കുന്നത് അവരോടൊപ്പം നാളെ നീ സംഗമിക്കാൻ കഴിയും. നമ്മുടെ മനസ്സ് തിരുനബിയോടുള്ള ഹുബ്ബിനാൽ നിറയണം. അവിടുത്തെ ജന്മദിനം നമുക്ക് വെളിച്ചമാണ്, അവിടുന്ന് വെളിച്ചമാണ്, അവിടുത്തെ റിസാലത്ത് വെളിച്ചമാണ്, അവിടുത്തെ സ്വഭാവം വെളിച്ചമാണ്. ഖദ് ജാഅക്കും മിനല്ലാഹി നൂറുൻ വ കിതാബുൻ മുബീൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വന്ന വെളിച്ചം, വ്യക്തമായ കിതാബും. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലമ്മാ കാനൽ യൗമുല്ലദീ ദഖല ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന അളാഅ മിൻഹാ കുല്ലു ഷൈഇൻ, നബിതങ്ങൾ മദീനയിൽ പ്രവേശിച്ച ദിവസം മദീന മുഴുവനും പ്രഭാപൂരിതമായി. ഫലമ്മാ കാനൽ യൗമുല്ലദീ മാത ഫീഹി അളലമ മിൻഹാ കുല്ലു ഷൈ, നബിതങ്ങൾ വഫാത്തായ ദിവസമോ മദീന മുഴുവനും ഇരുൾ മുറ്റിയതായി. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബിതങ്ങൾ പറഞ്ഞല്ലോ, നീ ആരെയാണ് സ്നേഹിക്കുന്നത് അവരോടൊപ്പമാണ് എന്ന്. അന്നു ഞങ്ങൾ സന്തോഷിച്ചതുപോലെ അതിൻ്റെ മുമ്പും പിമ്പും ഞങ്ങൾ സന്തോഷിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂലിനെ നാം സ്നേഹിക്കണം. അള്ളാഹു നമ്മിലേക്ക് അയച്ച വെളിച്ചമാണ്, സിറാജൻ മുനീറൻ, പ്രകാശിച്ചു നിൽക്കുന്ന വിളക്കുമാടമാണ്. വബശ്ശിറിൽ മുഅ്മിനീന ബി അന്ന ലഹും മിനല്ലാഹി ഫദ്ലൻ കബീറ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വിശ്വാസികൾക്ക് വലിയ അനുഗ്രഹം ഉണ്ട് എന്ന് നമുക്ക് സന്തോഷവാർത്ത അറിയിച്ചു തന്നവരാണ്. അള്ളാഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്ത് വെക്കാൻ, അവിടുത്തെ ഇത്തിബാ ചെയ്യാൻ, അവിടത്തോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.